ഇത് സ്നാപക യോഹന്നാന്റെ കഥയാണ്. സ്നാപക യോഹന്നാൻ രാജാവായ ഹെറോദേസിനെ ശാസിച്ചു. കാരണം രാജാവ് തന്റെ സഹോദരന്റെ ഭാര്യയായ ഹെറോദിയായെ വിവാഹം കഴിച്ചിരുന്നു. ഈ കാര്യം ഹെറോദിയായെ കോപപ്പെടുത്തി. അവൾ യോഹന്നാനെ കൊല്ലാൻ അവസരം കാത്തിരുന്നു. എന്നാൽ ഹെറോദേസ് രാജാവ് യോഹന്നാനെ ഭയപ്പെട്ടു. അവൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് രാജാവ് അറിഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കാനായി രാജാവ് യോഹന്നാനെ പിടിപ്പിച്ച് ജയിലിലടച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹെറോദേസ് രാജാവിന്റെ ജന്മദിനം വന്നു. അവൻ തന്റെ പ്രഭുക്കന്മാർക്കും സൈന്യാധിപന്മാർക്കും ഗലീലയിലെ പ്രധാനപ്പെട്ടവർക്കും വിരുന്നൊരുക്കി. ആ സമയത്ത് ഹെറോദിയായുടെ മകൾ സലോമി രാജാവിന് മുന്നിൽ നൃത്തം ചെയ്യാൻ അകത്തു വന്നു. നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചുകൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. നീ എന്ത് തന്നെ ചോദിച്ചാലും എന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു വരാം. ഞാൻ എന്ത് ചോദിക്കണം? സ്നാപക യോഹന്നാന്റെ ശിരസ്സ്. ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ എനിക്ക് തരണമേ. ഇത് എന്റെ അമ്മയ്ക്ക്. തന്റെ വൈരാഗ്യം നിറവേറ്റാൻ സ്വന്തം മകളെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ചു. സലോമി തന്റെ അമ്മയുടെ പദ്ധതിയിൽ കുടുങ്ങി ഒരു നിരപരാധിയുടെ മരണത്തിന് കാരണമായി. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റായ ഉപദേശം കേൾക്കുന്നത് വലിയ തെറ്റുകളിലേക്ക് നയിക്കും എന്നതാണ്. കോപവും പ്രതികാരവും നാശത്തിലേക്കാണ് നയിക്കുന്നത്. സത്യം പറഞ്ഞ യോഹന്നാൻ മരിച്ചെങ്കിലും അവന്റെ നീതി ഇന്നും ജീവിക്കുന്നു.